അബ്സോർപ്ഷൻ ഓഫ് സിമ്പിൾ ന്യൂട്രിയൻസ്, ലഘു പോഷകങ്ങളുടെ ആഗിരണം. അറക്കലിന്റെ മനക്കലിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതാണ്, അബ്സോർപ്ഷൻ ഓഫ് സിമ്പിൾ ന്യൂട്രിയൻസ്. അതായത് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ, ബയോളജിയിലെ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ ഡൈജഷനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? മൗത്തിൽ നിന്ന്, വായിൽ നിന്നാണ്. അത് എൻഡ് ചെയ്യുന്നത് സ്മാൾ ഇൻറ്റെസ്റ്റൈൻ, ചെറുകുടലിൽ വെച്ചിട്ടാണ് അത് എൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഡൈജഷനൊക്കെ കഴിഞ്ഞു. നമ്മൾ കഴിച്ച ഫുഡിന്റെ എല്ലാ ഡൈജഷനും കഴിഞ്ഞ് അത് ഏറ്റവും സിമ്പിൾ ന്യൂട്രിയൻസ് ആക്കി മാറ്റി. എത്രത്തോളം ചെറുതാക്കാൻ പറ്റും അത്രത്തോളം ചെറുതാക്കി. ഇനി അതിനെ ചെറുതാക്കാൻ പറ്റൂല, ആ ലെവലിലേക്ക് അതിനെ ചെറുതാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ആ ന്യൂട്രിയൻസിനൊക്കെ അവിടെ എന്ത് ചെയ്യണം? അബ്സോർബ് ചെയ്യണം. എങ്ങോട്ട് അബ്സോർബ് ചെയ്യണം? സെല്ലിലോട്ട്, ഓരോ സെല്ലിലോട്ടും എത്തിക്കണം. അപ്പൊ അബ്സോർബ് ചെയ്യും? അബ്സോർബ് ചെയ്യും. പിന്നെ എന്തിനാമത്തെ ചേട്ടൻ ജീവിച്ചിരിക്കുന്നത്? അത് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സ്ട്രക്ചറാണ് ഇത്, വില്ലാസ്. എന്താണ് പേര്? വില്ലാസ്. വില്ലസിന്റെ ഷേപ്പ് വിരലിന്റെ ആകൃതിയാണ്. എന്തിന്റെ ആകൃതിയാണ്? വിരലിന്റെ ആകൃതിയാണ് വില്ലസ്. ഓക്കെ, the finger-like projections or a structure are found throughout the inner wall of the small intestine. സ്മാൾ ഇൻറ്റെസ്റ്റൈൻ്റെ എല്ലാ ഭാഗത്തും വിരലിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട സ്ട്രക്ചർ ഉണ്ട്. അവന്റെ പേരാണ് വില്ലസ്. അതിന്റെ പ്ലൂരൽ ഫോം ആണ് വില്ലൈ. ഓക്കെ, വില്ലൈ അല്ലെങ്കിൽ വില്ലസ്. ഇവിടെ വെച്ച് ഇവനാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ അബ്സോർപ്ഷന് സഹായിക്കുന്നത്, ആഗിരണത്തിന് സഹായിക്കുന്നത്. അപ്പൊ ഡൈജഷൻ എൻഡ് ചെയ്യുന്നതും അബ്സോർപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും രണ്ടും എവിടെ വെച്ചിട്ടാണ്? സ്മാൾ ഇൻറ്റെസ്റ്റൈനിൽ വെച്ചിട്ടാണ്, ചെറുകുടലിൽ വെച്ചിട്ടാണ്. അതാണ് ചെറുകുടലിന്റെ ഏറ്റവും മികച്ചൊരു പ്രത്യേകത കേട്ടോ. കാരണം ദഹനം അവസാനിക്കുന്നതും അബ്സോർപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും, അതിൽ ഡൈജഷൻ അവസാനിക്കുന്നതും ആഗിരണം സ്റ്റാർട്ട് ചെയ്യുന്നതും ഒക്കെ ഒരു സെയിം പോയിന്റിൽ നിന്നാണ്. ദാറ്റ് പോയിന്റ് ഈസ് നോൺ ആസ് സ്മാൾ ഇൻറ്റെസ്റ്റൈൻ. അപ്പൊ അതിന് സഹായിക്കുന്ന ആളാണ് ആര്? വില്ലസ്. ഓക്കെ, വില്ലസ്. അപ്പൊ ഇതാണ് വില്ലസിന്റെ സ്ട്രക്ചർ. പരീക്ഷയ്ക്ക് ഈ ചിത്രം തന്നിട്ട് ഇതെന്താണെന്ന് ചോദിക്കും ഒരു മാർക്കിന്. അപ്പൊ നിങ്ങൾ പറയണം ഇതാണ് വില്ലസ്. വില്ലസിന് പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണ്. ഒന്നാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും പുറത്തുള്ള ഈ സിംഗിൾ ലെയർ എപ്പിത്തീരിയൽ സെൽസ്, ഒരൊറ്റ ലെയറിലുള്ള എപ്പിത്തീരിയൽ സെൽസ്, അതിലൂടെയാണ് പ്രൈമറി ആയിട്ടുള്ള അബ്സോർപ്ഷൻ നടക്കുന്നത്. ദ പ്രൈമറി സർഫസ് ഓഫ് ദ അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസിന്റെ പ്രൈമറി സർഫസ് ഓഫ് അബ്സോർപ്ഷൻ ആണ്. അതായത് പോഷകാഗിരണത്തിനുള്ള പ്രാഥമിക തലം. ഫസ്റ്റ് ഇതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്നത്. ജസ്റ്റ് സിമ്പിൾ ഒരു സ്ട്രക്ചർ, ഒരു സിംഗിൾ ലെയർ ഓഫ് എപ്പിത്തീരിയൽ സെൽസ്. അതല്ല ഇമ്പോർട്ടന്റ്. അതിനേക്കാൾ അപ്പുറത്ത് വേറെ 2 സ്ട്രക്ചർ ഉണ്ട്. അതിലൊന്നാമത്തെ സ്ട്രക്ചറാണ് ഇതിലൂടെ കെട്ടിപ്പിണഞ്ഞ് കാണപ്പെടുന്ന ഈ ബ്ലഡ് ക്യാപ്പിലറീസ്, രക്തലോമികകൾ. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ട്രക്ചർ. രണ്ടാമത്തെ സ്ട്രക്ചറാണ് ഈ പച്ച കളറിൽ കാണുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഇതാണ് ലാക്റ്റിയൽ അഥവാ ലിംഫ് വായി എന്നൊക്കെ പറയും. ലാക്റ്റിയൽ എന്ന് പഠിച്ചാൽ മതി. ലാക്റ്റിയൽ. ഓക്കെ, ലാക്റ്റിയൽ എൽ. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ഒരിക്കലും ഈ പച്ച കളറിലുള്ളത് ലാക്റ്റിയൽ, ഈ ചുവപ്പും നീലയുള്ളത് ബ്ലഡ് ക്യാപ്പിലറി അങ്ങനെ പഠിച്ചു പോകരുത്. കാരണം പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കണം. അപ്പൊ പാറിപ്പൊട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ബുദ്ധിപരമാറ്റി ചിന്തിക്കണം. ബുദ്ധിപരമാറ്റിക് ഐഡിയ. നോക്കൂ സുഹൃത്തുക്കളെ, ഇതൊരു എല്ല് പോലെ തോന്നുന്നില്ലേ? തോന്നണം. ഓക്കെ, ഇതൊരു എല്ല് പോലെ തോന്നുന്നുണ്ട്. ഓക്കെ, അത് എല്ല് പോലെ തോന്നുന്നതുകൊണ്ട് അതിന്റെ പേര് ലാക്റ്റിയൽ. ഓക്കെ, അപ്പൊ പിന്നെ മറ്റവൻ ആരായിരിക്കും? ബ്ലഡ് ക്യാപ്പിലറി. സിമ്പിൾ. ഓക്കെ, അത്രേ ഉള്ളൂ. ഈ എല്ല് പോലെയുള്ളവൻ ആരാണ്? ലാക്റ്റിയൽ. അപ്പൊ മറ്റവൻ ആരായിരിക്കും? ബ്ലഡ് ക്യാപ്പിലറി. അത്രേ ഉള്ളൂ. അപ്പൊ അത് ഇനി മാറാൻ ചാൻസ് ഇല്ല. ഇനി രണ്ടാമത്തത്, ഈ ബ്ലഡ് ക്യാപ്പിലറി അബ്സോർബ് ചെയ്യുന്ന, രക്തലോമികൾ അബ്സോർബ് ചെയ്യുന്ന ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ അത് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗലക്ടോസ്, അമിനോ ആസിഡ്. ഏതൊക്കെയാണ്? നമ്മൾ കഴിച്ച ഫുഡിൽ ഡൈജസ്റ്റ് ചെയ്ത് അതിനെ ഏറ്റവും സിമ്പിൾ പാർട്ടിക്കിളാക്കി മാറ്റും. ആ സിമ്പിൾ പാർട്ടിക്കിൾസിൽ പെടുന്ന ആളുകളാണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗലക്ടോസ്, അമിനോ ആസിഡ്, ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ ഒക്കെ. അതിൽ ഗ്ലൂക്കോസിനെയും ഫ്രക്ടോസിനെയും ഗലക്ടോസിനെയും അമിനോ ആസിഡ്സിനെയും ഇവരെ ആഗിരണം ചെയ്യുന്ന, അബ്സോർബ് ചെയ്യുന്ന ആളാണ് ആര്? ബ്ലഡ് ക്യാപ്പിലറി അഥവാ രക്തലോമികൾ. എന്നാൽ അതേസമയം ഫാറ്റി ആസിഡിനെയും ഗ്ലിസറോളിനെയും അബ്സോർബ് ചെയ്യുന്ന ആളാണ് ആര്? ലാക്റ്റിയൽ. അതാണ് ലാക്റ്റിയൽ. ഓക്കെ, അപ്പൊ അതാണ് ഇവിടുന്ന് പഠിക്കേണ്ട രണ്ടാമത്തെ പോയിന്റ്. ഒന്നാമത്തെ പോയിന്റ് ഇത് അടയാളപ്പെടുത്താനാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓരോന്നും കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു. ഈ പുറത്തുള്ളത് സിംഗിൾ ലെയർ എപ്പിത്തീരിയൽ സെൽസ്, എല്ല് പോലെയുള്ളത് ലാക്റ്റിയൽ, മറ്റവൻ ആരായിരിക്കും? ബ്ലഡ് ക്യാപ്പിലറി. രണ്ടാമത് ഇവിടെ പഠിക്കേണ്ടത് ബ്ലഡ് ക്യാപ്പിലറി എന്ത് അബ്സോർബ് ചെയ്യുന്നു, ലാക്റ്റിയൽ എന്ത് അബ്സോർബ് ചെയ്യുന്നു. ബ്ലഡ് ക്യാപ്പിലറി അബ്സോർബ് ചെയ്യുന്നത് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗലക്ടോസ്, അമിനോ ആസിഡ്. ലാക്റ്റിയൽ അബ്സോർബ് ചെയ്യുന്നത് ഫാറ്റി ആസിഡും ഗ്ലിസറോളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ വന്നിട്ടുണ്ടാവും. പേടിക്കരുത്. പിന്നെ എന്തിനാ ഇറക്കൽ ജീവിച്ചിരിക്കുന്നത്? എടാ നിങ്ങൾ ഒരു ഫാറ്റ് ഗേൾ അല്ലേ, ഒരു നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ഫാറ്റ് ഗേൾ. ഈ ഫാറ്റ് ഗേളിനോട് അറക്കലിന് എന്താണ് ലവ്. ഈ ഫാറ്റ് ഗേളിനോട് അറക്കലിന് ഭയങ്കര ലവ് ഇഷ്ക്, മുഹബത്ത്, കാതൽ, പ്യാർ. ഓക്കെ, എന്ത് ചെയ്യാൻ? ഒന്നും ചെയ്യാല്ല. അപ്പൊ ബൈ എനിക്ക് ഈ ഫാറ്റ് ഗേളിനോട് എന്താണ് ഭയങ്കര ഒരു ലവ് ആണ്. അപ്പൊ ഇത് എന്താ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചാൽ സുഹൃത്തുക്കളെ ഇത്രേ ഉള്ളൂ. ഫാറ്റ് മീൻസ് ഫാറ്റി ആസിഡ്, ഗേള് മീൻസ് ഗ്ലിസറോള്, ലവ് മീൻസ് എല്ല് ലാക്റ്റിയൽ. അപ്പൊ
ലാക്റ്റിൽ അബ്സോർബ് ചെയ്യുന്നത് ഫാറ്റി ആസിഡും ഗ്ലിസറോളും. ലാക്റ്റിൽ അബ്സോർബ് ചെയ്യുന്നത് ഫാറ്റി ആസിഡും ഗ്ലിസറോളും. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും ബ്ലഡ് കാപ്പിലറി അബ്സോർബ് ചെയ്യുന്നത് ഏതായിരിക്കും? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗലക്ടോസ്, അമിനോ ആസിഡ്. അപ്പൊ ഞാൻ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാൻസ് ഇല്ല. എങ്ങനെയുണ്ട് ബുദ്ധി? ഓക്കെ. അപ്പൊ ഇതേ രീതിയിൽ എങ്ങനെയെങ്കിലും ഒരു കണക്ഷൻ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് ഭിന്നിച്ച് പഠിക്കുക. വരുന്ന ഓഗസ്റ്റ് മാസത്തിലെ ഓണം എക്സാം നമ്മൾ തൂഫാനാക്കണം. ഓക്കെ. അപ്പൊ ഇനി എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ആശംസകൾ നേരുന്നു. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്കിപ്പോൾ നിലവിൽ മൺസൂൺ ഓഫർ ഉണ്ട്. ഇപ്പൊ മഴയൊക്കെയാണല്ലോ, അപ്പൊ ഒരു മൺസൂൺ ഓഫർ കിടക്കട്ടെ, നിങ്ങൾ എൻജോയ് ചെയ്തിട്ട്. മൺസൂൺ ഓഫർ 10% ഡിസ്കൗണ്ട് ഉണ്ട്. മാക്സിമം എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ എല്ലാവരും ആരെങ്കിലും അഡ്മിഷൻ എടുക്കാൻ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ അഡ്മിഷൻ എടുക്കുക. ബിക്കോസ് എന്താണ്, ഈ ഒരു 10% ഓഫർ പിന്നെ കിട്ടൂല. വെറുതെ ആ ഒരു പൈസ എന്താണ് കളയണ്ടല്ലോ. അപ്പൊ പൈസ നമ്മൾ എന്തായാലും ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സും നേരത്തെ കിട്ടും, പിന്നെ ഓഫറും കിട്ടും. 2 ബെനിഫിറ്റ് ആണ്. ഓക്കെ. അപ്പൊ ഇനിവേ വീണ്ടും കാണാം. ഇത് നിങ്ങളുടെ സ്വന്തം അറക്കൽ.